RJ's Learning Tips. ഞാൻ ജലീല നിയാസ്. കേരള സിലബസ് 6ാം സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. Making a shower. It was an evening after a heavy rain. Grandfather was picking flowers from the jasmine bush under the sandalwood tree. The leaves of the tree were full of raindrops. I knew I could take rain if shook the tree, and grandfather and I would go get a good shower. I liked bathing in the rain, but he might not like it. But it would be great fun. അപ്പോൾ എന്താ ഇത്? ഇറ്റ് വാസ് ആൻ ഈവനിങ് ആഫ്റ്റർ എ ഹെവി റെയിൻ. നല്ലൊരു മഴയ്ക്ക് ശേഷമുള്ള ഒരു വൈകുന്നേരമായിരുന്നു അത്. ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ജാസ്മിൻ ബുഷ് അണ്ടർ ദ സാൻഡൽവുഡ് ട്രീ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താ മുല്ലപ്പൂവൊക്കെ, ജാസ്മിൻ എന്ന് വെച്ചാൽ മുല്ലപ്പൂ, ജാസ്മിനൊക്കെ ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ പറിച്ചുകൊണ്ട് ഇങ്ങനെ വരുമായിരുന്നു. ഈ ചന്ദനമരത്തിൻ്റെ അടിയിൽ നിന്ന് മുല്ലപ്പൂവൊക്കെ പറിച്ചുകൊണ്ട് ഇങ്ങനെ പറിക്കുകയായിരുന്നു. ദ ലീവ്സ് ഓഫ് ദ ട്രീ വെയർ ഫുൾ ഓഫ് ട്രെയിൻ ഡ്രോപ്സ്. അപ്പോൾ എന്താ ആ മരത്തിൻ്റെ ആ ഇലകളിലൊക്കെ നിറച്ച് എന്താ ഫുള്ള് റെയിൻ ഡ്രോപ്സ്, മഴത്തുള്ളികളായിരുന്നു. ഐ ന്യൂ ഐ കുഡ് മേക്ക് എ റെയിൻ ഇഫ് ഐ ഷുക്ക് ദ ട്രീ ആൻഡ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വുഡ് ഗെറ്റ് എ ഗുഡ് ഷവർ. അപ്പോൾ ഐ ന്യൂ, ആ സ്പെല്ലിങ് നോക്കിയേ, KNEW, അവിടെ കെ സൈലൻ്റ് ആണ്, നമ്മൾ ന്യൂ എന്നേ വായിക്കാറുള്ളൂ. ഐ ന്യൂ ഐ കുഡ് മേക്ക് എ റെയിൻ ഇഫ് ഐ ഷുക്ക് ദ ട്രീ ആൻഡ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വുഡ് ഗെറ്റ് എ ഗുഡ് ഷവർ. അപ്പോൾ എനിക്കറിയായിരുന്നു. അപ്പോൾ ആ മരത്തിനകത്ത് ഒരുപാട് മഴത്തുള്ളികളൊക്കെ ഉണ്ടല്ലോ, റെയിൻ ഡ്രോപ്സ്. അപ്പോൾ അത് ഇങ്ങനെ കുലുക്കുവായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഐ ലൈക്ക്ഡ് ബാത്തിങ് ഇൻ ദ റെയിൻ. എനിക്ക് ആ മഴയത്ത് നിന്ന് കുളിക്കുന്ന ഒരുപാട് ഇഷ്ടമായിരുന്നു. ബട്ട് ഹി മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. പക്ഷെ മുത്തശ്ശൻ അത് ഇഷ്ടമായിരുന്നില്ല. ബട്ട് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫണ്ണ്. എനിക്കതൊരു വലിയ തമാശയായിട്ടാണ് തോന്നിയത്. അത് ആൻഡ് ഐ വുഡ് ഗെറ്റ് എ ഗുഡ് ഷവർ. അപ്പോൾ എനിക്കറിയായിരുന്നു. അപ്പോൾ ആ മരത്തിനകത്ത് ഒരുപാട് മഴത്തുള്ളികളൊക്കെ ഉണ്ടല്ലോ, റെയിൻ ഡ്രോപ്സ്. അപ്പോൾ അത് ഇങ്ങനെ കുലുക്കുവായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഐ ലൈക്ക്ഡ് ബാത്തിങ് ഇൻ ദ റെയിൻ. എനിക്ക് ആ മഴയത്ത് നിന്ന് കുളിക്കുന്ന ഒരുപാട് ഇഷ്ടമായിരുന്നു. ബട്ട് ഹി മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. പക്ഷെ മുത്തശ്ശൻ അത് ഇഷ്ടമായിരുന്നില്ല. ബട്ട് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫണ്ണ്. എനിക്കതൊരു വലിയ തമാശയായിട്ടാണ് തോന്നിയത്. So I quietly went near the sandalwood tree and shook it with all my strength. There was a heavy shower and both grandfather and I were soaked. I loved it, but grandfather did not. He turned to me with an angry look. I was sure he could catch me and beat me, so I ran. He ran after me. I ran fast, but he ran faster. He had almost caught me when he stumbled and fell. അപ്പോൾ ഈ 6ാം സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ വളരെ സ്ലോയിലാണ് പറയുന്നത്. കാര്യം നന്നായിട്ട് മനസ്സിലാകണ്ടേ. സോ ഐ ക്വൈറ്റ്ലി വെൻ നിയർ ദ സാൻഡൽവുഡ് ട്രീ. ഞാൻ പെട്ടെന്ന് ആ സാൻഡൽവുഡ് ആ ചന്ദനമരത്തിൻ്റെ അടുത്തോട്ട് ചെന്നു. ആൻഡ് ഷുക്ക് ഇറ്റ് വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്. എൻ്റെ എല്ലാം ബലവും എൻ്റെ സർവ്വശക്തിയും എടുത്തിട്ട് ഞാനത് കുലുക്കാൻ തുടങ്ങി. ദെയർ വാസ് എ ഹെവി ഷവർ ആൻഡ് ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വെയർ സോക്ക്ഡ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സർവ്വ ബലവും എടുത്തിട്ട് ആ മരം ഇങ്ങനെ കുലുക്കിയപ്പോൾ റെയിൻ ഡ്രോപ്സ് എല്ലാം കൂടെ വീണിട്ട് ഞാനും ഗ്രാൻഡ് ഫാദറും ഫുള്ള് നനഞ്ഞു. ഐ ലവ്ഡ് ഇറ്റ്. എനിക്കത് ഒരുപാട് ഇഷ്ടമായിട്ട്. ബൈ ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട്. പക്ഷേ ഗ്രാൻഡ് ഫാദറിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഹി ടേൺഡ് ടു വിത്ത് ആൻ ആംഗ്രി ലുക്ക്. അദ്ദേഹം എന്നെ തിരിഞ്ഞ് ഒരുപാട് ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി. ഐ വാസ് ഷുവർ ഹി
would catch me and beat me. എനിക്ക് ഉറപ്പായിരുന്നു അദ്ദേഹം എന്നെ കൈ കിട്ടിയാൽ അടിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. സോ ഐ റാൻ, അതുകൊണ്ട് ഞാൻ ഓടി. ഹി റാൻ ആഫ്റ്റർ മീ, അദ്ദേഹം എൻ്റെ പുറകെ ഓടി. ഐ റാൻ ഫാസ്റ്റ്, ഞാനപ്പോൾ എന്ത് ചെയ്തു, ഞാൻ വളരെ സ്പീഡിൽ ഓടി. ബട്ട് ഹി റാൻ ഫാസ്റ്റർ, അപ്പോൾ അദ്ദേഹം അതിൽ സ്പീഡിൽ ഓടി. ഹി ഹാഡ് ഓൾമോസ്റ്റ് കോട്ട് മീ വെൻ ഹി സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ. എൻ്റെ പുറകിലോടി മുത്തശ്ശൻ പെട്ടെന്ന് ഇങ്ങനെ എന്നേക്കാൾ സ്പീഡിൽ ഓടി വന്നിട്ട് മുത്തശ്ശൻ്റെ കാലിടറി അവിടെ നിന്ന് വീണു. ഐ റാൻ എവേ ടു ദ പാഡി ഫീൽഡ്സ് ആൻഡ് ഹിറ്റ് മൈസെൽഫ് ദെയർ. അപ്പോൾ എന്ത് ചെയ്തു, ഐ റാൻ എവേ, ഞാൻ ഓടി എവിടെ ചെയ്തു, പാഡി ഫീൽഡ്സ്, വയലിൽ ചെന്നു. ആൻഡ് ഹിറ്റ് മൈസെൽഫ് ദെയർ, ഞാൻ അവിടെ ഇങ്ങനെ ഒളിച്ചു. ഐ ഹേർഡ് grandfather shout that he would teach me a lesson when I came back home. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്ത് കേട്ടു, ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ഉറക്കെ ഷൗട്ട് ചെയ്യുന്നത്, ദേഷ്യപ്പെടുന്നത്. ഐ വുഡ് ടീച്ച് മീ എ ലെസൺ വെൻ ഐ കെയിം ബാക്ക് ഹോം. അവനിഞ്ഞ് തിരിച്ചു വരട്ടെ, ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കുമെന്ന് ഗ്രാൻഡ് ഫാദർ പറയുന്നത് ഞാൻ കേട്ടു. I did not want to go home because I feared grandfather would beat me. I stayed in his fields. It was getting dark. I was afraid to stay there alone in the darkness. I remembered all the ghost stories I had heard. I stood up, looked around, and then ran towards home. I did not want to go home. അപ്പോൾ എന്താ, എനിക്ക് വീട്ടിലോട്ട് പോകാൻ തോന്നിയില്ല. ബിക്കോസ് ഐ ഫിയേർഡ് ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് മീ. ഞാൻ ഗ്രാൻഡ് ഫാദറിനെ പേടിച്ച കാര്യം, എന്നെ ഗ്രാൻഡ് ഫാദർ അടിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയായിരുന്നു. ഐ സ്റ്റേഡ് ഇൻ ഹിസ് ഫീൽഡ്സ്, ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, ആ വയലിൽ തന്നെ ഇങ്ങനെ നിന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. അപ്പം നമ്മൾ ആ കഥയുടെ ആദ്യം തന്നെ പറഞ്ഞല്ലോ, മഴ കഴിഞ്ഞുള്ള ഒരു വൈകുന്നേരമായിരുന്നു എന്നുള്ളത്. അപ്പോൾ സന്ധ്യ സമയമായിരുന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. അപ്പോൾ എന്ത്, ഇരുട്ടായി വരുമായിരുന്നു. ഐ വാസ് അഫ്രൈഡ് ടു സ്റ്റേ ദെയർ എലോൺ ഇൻ ദ ഡാർക്ക്നെസ്. എനിക്ക് ഒറ്റയ്ക്ക് അവിടെ നിന്നിട്ട് ഇരുട്ട് കണ്ടിട്ട് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് പേടി തോന്നി. ഐ റിമെമ്പേർഡ് ഓൾ ദ ഗോസ്റ്റ് സ്റ്റോറീസ് ഐ ഹാഡ് ഹേഡ്. അപ്പോൾ എന്താ, ഗോസ്റ്റ് എന്ന് വെച്ചാൽ പ്രേതം. എനിക്കപ്പോൾ എന്താ, ഈ പ്രേത കഥകളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അതൊക്കെ ഇങ്ങനെ കേൾക്കുന്നതായിട്ട് എനിക്കിങ്ങനെ ഓർമ്മ വന്നു. ഐ സ്റ്റുഡ് അപ്പ്, ഞാൻ എഴുന്നേറ്റു. ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ദെൻ റാൻ ടുവേർഡ്സ് ഹോം. ഞാൻ എന്ത് ചെയ്ത്, എഴുന്നേറ്റിട്ട് ചുറ്റും നോക്കിയിട്ട് എഴുന്നേറ്റ് വീട്ടിലോട്ട് ഒറ്റ ഓട്ടം കൊടുത്തു. ഞാൻ വീട്ടിലോട്ടങ്ങ് ഓടിപ്പോയി. I was still afraid to face grandfather, so I did not go inside the house. I went to the cowshed and took shelter in the lot. From there, I could see grandfather sitting on the veranda saying his prayers. I was still afraid to face grandfather. എനിക്ക് ഗ്രാൻഡ് അഭിമുഖീകരിക്കാൻ നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയതേയില്ല. സോ ഐ ഡിഡ് നോട്ട് ഗോ ടു ഇൻസൈഡ് ദ ഹൗസ്. ഞാൻ അതുകൊണ്ട് വീടിൻ്റെ മറു സൈഡിലോട്ട് പോയി. ഐ വെൻറ്റ് ടു ദ കൗ ഷെഡ്. ഞാൻ ആ കൗ ഷെഡ്, അതായത് തൊഴുത്തിലോട്ട് പശുവിനെയൊക്കെ കെട്ടിത്തില്ലേ, അതിനാണ് കൗ ഷെഡ് എന്ന് പറയുന്നത്. കൗ ഷെഡിലോട്ട് പോയി. ആൻഡ് ടുക്ക് ഷെൽട്ടർ ഇൻ ദ ലോട്ട്. ഞാൻ അവിടെ എനിക്കൊരു ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരിടം, ഒരു ഷെൽട്ടർ താമസിക്കാൻ വേണ്ടിയിട്ട്, ഇൻ ദ ലോട്ട്, ഒരു മേൽത്തട്ട്. ആ കൗ ഷെഡിൻ്റെ മേളിലൊരു തട്ടുണ്ടായിരുന്നു. ഫ്രം ദെയർ ഐ കുഡ് സീ ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഓൺ ദ വരാന്ത സെയിങ് ഹിസ് പ്രേയേഴ്സ്. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ എന്താ, ഗ്രാൻഡ് ഫാദർ വരാന്തയിലിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് നമ്മുടെ ഈ സ്റ്റോറിയിലെ ബോയ് അത് കണ്ടുകൊണ്ട് mother was waiting for me. When I did not turn up, she looked for me everywhere in the house. Then she came out and called aloud for me, thinking that I was somewhere in the garden. She did not get any answer. Then she went to grandfather and asked him where I was. You look for him in the house, grandfather said. He is hiding somewhere. He is not the house, grandmother said. I looked for him everywhere. അപ്പോൾ എന്താ, ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. മുത്തശ്ശി എന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ്,
അപ്പം ഞാൻ പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഷീ ലുക്ക്ഡ് ഫോർ മീ എവരിവെയർ ഇൻ ദ ഹൗസ്. എൻ്റെ മുത്തശ്ശി വീടിൻ്റെ എല്ലായിടവും എന്നെ അന്വേഷിച്ചു. ദെൻ ഷീ കെയിം ഔട്ട് ആൻഡ് കോൾഡ് അലൗഡ് ഫോർ മീ. എന്നിട്ട് മുത്തശ്ശി എന്ത് ചെയ്തു, എന്നെ ഉറക്കെ വിളിച്ചു. തിങ്കിങ് ദാറ്റ് ഐ വാസ് സംവെയർ ഇൻ ദ ഗാർഡൻ. അപ്പോൾ എന്താ, ഞാൻ എവിടെയോ ആ പൂന്തോട്ടത്തിൽ എവിടെയോ ഇരിക്കുകയാണെന്ന് അവർക്ക് തോന്നി. ഷീ ഡിഡ് നോട്ട് ഗെറ്റ് എനി ആൻസർ. പക്ഷെ അവർക്ക് എങ്ങൊന്നും ആൻസർ ഒന്നും കിട്ടിയില്ല, കാര്യം ഇവൻ വിളി കേട്ടില്ല. ദെൻ ഷീ വെൻറ്റ് ടു ഗ്രാൻഡ് ഫാദർ ആൻഡ് ആസ്ക്ഡ് ഹിം വെയർ. എന്നിട്ട് ഇവർ എന്നിട്ട് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു, യു ലുക്ക് ഫോർ ഹിം ഇൻ ദ ഹൗസ്. അവന് നമ്മുടെ ആൺകുട്ടിയെ കണ്ടോ? ഗ്രാൻഡ് ഫാദർ സെഡ്. ഗ്രാൻഡ് ഫാദർ അപ്പം എന്തോ പറഞ്ഞു, ഹീ ഈസ് ഹൈഡിങ് സംവെയർ. അവനിവിടെ എവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഹീ ഈസ് നോട്ട് ഇൻ ദ ഹൗസ്, ഗ്രാൻഡ് മദർ സെഡ്. ഞാനിവിടെ മൊത്തം എല്ലായിടവും അവനെ നോക്കി. ഐ ലുക്ക്ഡ് ഫോർ ഹിം എവരിവെയർ. ഞാൻ ഇനി അവനെ നോക്കാൻ ഒരിടവുമില്ല, എല്ലാ സ്ഥലത്തും ഞാൻ അവനെ നോക്കിയെന്ന് മുത്തശ്ശി പറഞ്ഞു. നമുക്ക് ഇനി നമ്മുടെ സ്റ്റോറിയുടെ അടുത്ത പാർട്ടിലേക്ക് പോകാം. അതിനു മുമ്പ് ഇതുവരെ പഠിപ്പിച്ചതൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ, എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ സ്റ്റോറിയിൽ ആ ബോയിയുടെ പേരെന്താ, ആൺകുട്ടിയുടെ? രാജ. അവരുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? മുത്തശ്ശൻ, മുത്തശ്ശി, അങ്കിള്, രാജ. എല്ലാവരും അതെല്ലാം വായിക്കണം. നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവുകയാണ്. ദ ന്യൂസ് സ്പ്രെഡ്. അപ്പോൾ നോക്കിക്കേ. ദെൻ ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട്സൈഡ് ആൻഡ് കോൾഡ് അലൗഡ്, കം രാജ കം, ഐ വോണ്ട് ബീറ്റ് യു. ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം, ഫോർ ഐ തോട്ട് ഹി വുഡ് ബീറ്റ് മീ. അപ്പോൾ ദ ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻറ്റ് ടു ഔട്ട്സൈഡ് ആൻഡ് കോൾഡ് അലൗഡ്. അപ്പോൾ എന്താ, ഗ്രാൻഡ് ഫാദർ എഴുന്നേറ്റ് വെൻറ്റ് ടു ഔട്ട്സൈഡ് ആൻഡ് കോൾഡ്, അതിൻ്റെ ഔട്ട്സൈഡിലോട്ട് അപ്പുറത്തോട്ട് നിന്നിട്ട് രാജയെ വിളിച്ചു. കം രാജ കം, രാജ നീ വാ, രാജ നീ ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചു. ഐ വോണ്ട് ബീറ്റ് യു, ഞാൻ നിന്നെ അടിക്കില്ല. ബൈ ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം, പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് ഞാൻ അനങ്ങിയില്ല. നമ്മുടെ ഈ സ്റ്റോറിയിൽ രാജ അനങ്ങിയില്ല. ഫോർ ഐ തോട്ട് ഹീ വുഡ് ബീറ്റ് മീ. ഞാനപ്പോൾ എന്താ ചിന്തിച്ചേ, ഞാൻ എപ്പോൾ ചെന്നാലേ എന്നെ മുത്തശ്ശൻ അടിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അനങ്ങാതിരുന്നു. ഗ്രാൻഡ് ഫാദർ വാസ് ആംഗ്രി ആൻഡ് സാഡ്. Grandmother was angry and said, he won't come. You drove him away. I heard you say that you would beat him if he come home. Poor child, he is afraid of you and has run away. മുത്തശ്ശി ഇങ്ങോട്ട് ദേഷിച്ച് വന്നിട്ട് പറഞ്ഞു, he won't come. അവൻ വരത്തില്ല. You drove him away. I heard you that you would beat him if he കെയിം ഹോം. നിങ്ങൾ അവനെ വഴക്ക് പറയുക, അടിക്കാൻ ചെല്ലുന്നതൊക്കെ ഞാൻ കേട്ടുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. മുത്തശ്ശിക്ക് അങ്ങ് ദേഷ്യം വന്നു. പുവർ ചൈൽഡ്, പാവം കുട്ടി. ഹീസ് അഫ്രൈഡ് ഓഫ് യു ആൻഡ് ഹാസ് റൺ അവേ. നിങ്ങളെ പേടിച്ചിട്ടാണ് അവനെ ഓടിപ്പോയത്. അവൻ ആ പേടി കാരണമാണ് അവനെ കാണാൻ പറ്റാഞ്ഞതെന്ന് മുത്തശ്ശി പറഞ്ഞു. Grandfather called the servant and asked them to go out and look for me. They went out, but after a while returned to say that they could not find me. Grandmother started weeping. Grandfather started walking up and down the courtyard. അപ്പോൾ ഗ്രാൻഡ് ഫാദർ കോൾഡ് ദ സെർവൻറ്റ് ആൻഡ് ആസ്ക്ഡ് ദം ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ മീ. ഗ്രാൻഡ് ഫാദർ അപ്പോൾ അവരുടെ വേലക്കാരെ എല്ലാം വിളിച്ചിട്ട്, അവരുടെ ജോലിക്കാരെയൊക്കെ വിളിച്ചിട്ട് എന്തു പറഞ്ഞു, അവനെ എല്ലായിടവും പോയി തിരയാൻ പറഞ്ഞു. ദേ വെൻറ്റ് ഔട്ട്, അവരെല്ലാം പോയി. ആൻഡ് ആഫ്റ്റർ എ വൈൽ റിട്ടേൺഡ് ടു സ്റ്റേ ദം കുഡ് നോട്ട് ഫൈൻഡ് മീ. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ അവരെങ്ങും അവനെ കണ്ടില്ലെന്ന് വന്ന് പറഞ്ഞു. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ്. അപ്പോൾ മുത്തശ്ശി എന്ത് ചെയ്തു, കരയാൻ തുടങ്ങി. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ കോർട്ട്യാർഡ്. ഗ്രാൻഡ് ഫാദർ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ നടക്കാൻ തുടങ്ങി. ദ ന്യൂസ് ദാറ്റ് ഐ വാസ് മിസ്സിങ് സ്പ്രെഡ്. എന്നെ കാണാൻ എന്നുള്ള വാർത്ത എല്ലായിടവും അങ്ങ് വ്യാപിച്ചു, എല്ലായിടവും അറിഞ്ഞ്. അവർ നെയ്ബേഴ്സ് കെയിം ഫസ്റ്റ്. ആദ്യം എൻ്റെ അയൽവാസികളൊക്കെ എത്തി. ദെൻ അവർ റിലേറ്റീവ്സ്, അതിനുശേഷം എൻ്റെ ബന്ധുക്കളൊക്കെ എത്തി. ആൻഡ് ദെൻ അതേഴ്സ് ഹു ഹാഡ് ഹേർഡ് ദ ബാഡ് ന്യൂസ്. അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാം ഈ ഒരു വിഷമമുള്ള ഒരു വാർത്ത കേട്ടിട്ട് അവിടേക്ക് എത്തി. മെനി കെയിം ടു ഓഫർ ദെയർ സിമ്പതീസ് ടു ഗ്രാൻഡ് മദർ. അവരെല്ലാവരും വന്നിട്ട് ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത്, വിഷമിച്ചിരിക്കുന്ന അമ്മയെടുത്ത്, മുത്തശ്ശിയെടുത്ത് ഭയങ്കരമായിട്ട് വിഷമമായിട്ട് സിമ്പതി കാണിച്ചു.
Grandfather did not like this. He shouted, "Nothing has happened to the boy." ഗ്രാൻഡ് ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു, ഇങ്ങനെ ഈ സിമ്പതി കാണിക്കുന്നതെന്ന്. ഇദ്ദേഹം ഉറക്കെ എന്ത് പറഞ്ഞു? "നത്തിങ് ഹാസ് ഹാപ്പൻഡ് ടു ദ ബോയ്." ആ കുട്ടിക്ക്, ആൺകുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. "ഹീ ഈസ് ഹൈഡിങ് സംവെയർ." അവൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. "കാൺട്ട് സം ഓഫ് യു ഗോട്ട് ആൻഡ് ഫൈൻഡ് ഹിം ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ." നിങ്ങളൊക്കെ അവിടെയൊക്കെ നിൽക്കാതെ, ഇവിടെ നിന്ന് നിങ്ങളുടെ സമയം ചിലവഴിക്കാതെ നിങ്ങൾ അവിടെ ഒട്ടൊക്കെ പോയി അവനെ ഒന്ന് തിരയാനാണ് മുത്തശ്ശൻ പറഞ്ഞത്. സം ഓഫ് ദം വെൻറ്റ് ഔട്ട് ടു സെർച്ച് ഫോർ മീ. അതിനകത്ത് കുറച്ച് പേരൊക്കെ എന്നെ തിരയാൻ തുടങ്ങി. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം ആൻഡ് സൂൺ ദെയർ വാസ് എ ബിഗ് ക്രൗഡ്. ഒരുപാട് ആളുകൾ ഇതറിഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നു. സൂൺ പെട്ടെന്ന് തന്നെ ദെയർ വാസ് എ ബിഗ് ക്രൗഡ്. അവിടെ ഒരു വലിയ ജനക്കൂട്ടമായി. ക്രൗഡ്, ജനക്കൂട്ടം. CROWD, ക്രൗഡ്. ബൈ നൗ ഗ്രാൻഡ് മദർ ഹാഡ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഓഫ് സീയിങ് മീ എഗെയിൻ. അപ്പോൾ ഗ്രാൻഡ് മദറിന് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇനി അവനെ കാണാൻ പറ്റത്തില്ലെന്ന് തന്നെ മുത്തശ്ശി വിചാരിച്ചു. ഷീ സ്റ്റാർട്ടഡ് ടെല്ലിങ് പീപ്പിൾ വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ്. അന്നേരം ഗ്രാൻഡ് മദർ എന്ത് പറഞ്ഞു? അവനൊരു നല്ല കുട്ടിയായിരുന്നു എന്നൊക്കെ വന്നവരോടൊക്കെ മുത്തശ്ശി പറയാൻ തുടങ്ങി. ദ സെർച്ച് പാർട്ടീസ് റിട്ടേൺഡ് വിത്തൗട്ട് ഫൈൻഡിങ് മീ. ഈ തിരയാൻ പോയവരെല്ലാവരും തിരിച്ചു വന്നു. അവരാരും ആ രാജയെ കണ്ടില്ല. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി. അപ്പോൾ എന്ത്? മുത്തശ്ശി ഉറക്കെ കരയാൻ തുടങ്ങി. ദ വുമൺ ഇൻ ദ ക്രൗഡ്സ് ഓൾസോ വെപ്റ്റ്. അപ്പോൾ ആ ജനക്കൂട്ടത്തിലെ സ്ത്രീകളെല്ലാം അത് കേട്ടുകൊണ്ട് കരയാൻ തുടങ്ങി. ദ സെർവൻസ് ഓഫ് ദ ഹൗസ് ജോയിൻഡ് ഇൻ ദ വെയിലിംഗ്. അപ്പോൾ എന്താ? ആ സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിലെല്ലാം അവിടുത്തെ ജോലിക്കാരെല്ലാം തിരയാൻ തുടങ്ങി. അവർക്കെല്ലാം അത് കണ്ടിട്ട് വിഷമമായി. ദേ ഓൾ ആക്റ്റഡ് ആസ് ഇഫ് ഐ വെയർ ഡെഡ്. അവരുടെയൊക്കെ ആ ഒരു രീതി കണ്ടാൽ എന്താ, ഞാൻ മരിച്ചു പോയെന്ന് അവരുടെയൊക്കെ ഒരു ധാരണ. അപ്പോൾ എന്താ, അവനെ അത് ചെയ്തത് കൊണ്ടല്ലേ നിങ്ങൾ. ഐ ഫെൽറ്റ് വെരി സോറി ഫോർ ഗ്രാൻഡ് മദർ. ഐ വാണ്ടഡ് ടു കം ഔട്ട്. എനിക്ക് ഗ്രാൻഡ് മദറിനെ കണ്ടിട്ട് അങ്ങ് വിഷമം തോന്നി. അവർ അത്രയ്ക്ക് കരയുകയാണ്. ഐ വാണ്ടഡ് ടു കെയിം ഔട്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി എനിക്കങ്ങ് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് തോന്നി. ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ. ഗ്രാൻഡ് ഫാദർ ഒരു നല്ല ധൈര്യമൊക്കെ ഉള്ള ഒരാളായിരുന്നു. ബട്ട് ഐ ന്യൂ ദാറ്റ് ഹീ ടു ഫെൽറ്റ് വെരി സാഡ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗ്രാൻഡ് ഫാദർ വളരെയധികം വിഷമിച്ചിരിക്കുകയാണെന്നും. ഹീ ഡിഡ് നോട്ട്. അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നില്ല. ഹവർ ലോ സ്ലോപ്പ്. എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹീ സ്റ്റുഡ് അപ്പ്, ടേൺഡ് ദ ഡയറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ ആൻഡ് പ്രേഡ്. അദ്ദേഹം എഴുന്നേറ്റ് തിരിഞ്ഞ് അവരുടെ കുടുംബ അമ്പലത്തിൻ്റെ അടുത്തോട്ട് തിരിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹെൽപ്പ് മീ ഗോഡ്, ദൈവമേ എന്നെ സഹായിക്കണേ. ഹി സഡ്. ആരും? മുത്തച്ഛൻ പറഞ്ഞു. ഗിവ് മീ മൈ ചൈൽഡ്, ഐ വാണ്ട് ഹിം നൗ. എനിക്ക് എൻ്റെ കുട്ടിയെ തിരികെ തരൂ. എനിക്ക് അവനെ കാണേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് അവനെ വേണം. ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ. ഇനി ഒരുപാട് സമയമൊന്നും എനിക്ക് കാത്തിരിക്കാനൊന്നും എനിക്ക് ക്ഷമയില്ല. അതിനെ പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടെത്തി തരണമെന്നും മുത്തച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹീ ദെൻ സ്റ്റുഡ് സൈലൻ്റ് ഇൻ പ്രയർ. പിന്നെ അദ്ദേഹം സൈലൻ്റായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അറ്റ് ദാറ്റ് മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺഡ്. ആ സമയത്ത് അങ്കിൾ തിരികെ എത്തി. ഹീ ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. അദ്ദേഹം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇങ്ങനെ ചിന്തിച്ചു. ഹീ ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗസ്ഡ് വെയർ ഐ വാസ്. അദ്ദേഹം ചുറ്റും ഒന്ന് കണ്ണുപിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ എവിടെ നിന്ന് ഗസ് ചെയ്തു, എവിടെ ഉണ്ടെന്നുള്ളത് കാര്യം അങ്കിളിന് മനസ്സിലായി. ഹീ കെയിം ടു കൗഷെഡ് ആൻഡ് ആസ്ക്ഡ് മീ ടു കം ഡൗൺ. അദ്ദേഹം കൗഷെഡിൻ്റെ എടുത്തിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് എന്തോ പറഞ്ഞു? താഴേക്ക് വരാൻ പറഞ്ഞു. ഐ കെയിം ഡൗൺ. ഞാൻ താഴേക്ക് വന്നു. അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദ ഹൗസ്. അങ്കിൾ എന്നെയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് പോയി. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രയർ ആൻഡ് റിട്ടേൺഡ്. ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിച്ച് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് എന്നെ കണ്ടത്. ആസ് ഹി ഓപ്പൺ ഹിസ് ഐസ് ഹി സാ മീ സ്റ്റാൻഡിങ് ബിഫോർ ഹിം. അപ്പോൾ അദ്ദേഹം കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അവിടെ എന്നെ അദ്ദേഹത്തിന് തൊട്ട് മുന്നിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. ഹീ ടുക്ക് മീ അപ്പ് ഇൻ ആംസ് ഇൻ ജോയ്, ഹഗ്ഡ് മീ ആൻഡ് സെഡ്, ഗോഡ് ഹേർഡ് മൈ പ്രയേഴ്സ് ആൻഡ് ഹാസ് ഗിവൺ യു ബാക്ക് ടു അസ്. അദ്ദേഹം തിരിച്ചു നോക്കി അവൻ്റെ കൈകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എന്ത് പറഞ്ഞു? ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, അതുകൊണ്ടാണ് നിന്നെ തിരികെ ഞങ്ങൾക്ക് തന്നതെന്ന് പറഞ്ഞു. ഇത്രയുമാണ് നമ്മളുടെ ഈ സ്റ്റോറി. Keshavan Shankar Pillai, known as Shankar, was an Indian cartoonist and a writer.
അപ്പോൾ കേശവൻ ശങ്കരൻ പിള്ള എന്ന അദ്ദേഹത്തിൻ്റെ പേര് ശങ്കർ എന്നായിരുന്നു. ആസ് ആൻ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആൻഡ് റൈറ്റർ, ഇന്ത്യയിലെ ഒരു കാർട്ടൂണിസ്റ്റും ഒരു എഴുത്തുകാരനുമായിരുന്നു. ഹീ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂൺസ്. അദ്ദേഹം ഇന്ത്യൻ കാർട്ടൂണിൻ്റെ പിതാവായിട്ട് അദ്ദേഹത്തിനെ കരുതുന്നു. ഹീസ് പർട്ടിക്കുലർലി നോട്ടഡ് ഫോർ ഹിസ് പൊളിറ്റിക്കൽ കാർട്ടൂൺസ്. അദ്ദേഹം കൂടുതലായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള കാർട്ടൂണൊക്കെ ആയിരുന്നു വരയ്ക്കുന്നത്. ഹീസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ഇൻ 1956. കൂടുതലായിട്ട് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് എങ്ങനെയാണ്? ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് 1957 ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ആൻഡ് ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം ഇൻ 1965. അങ്ങനെ ശങ്കർ ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം ഒക്കെ 1965 സ്ഥാപിച്ചു. ശങ്കർ വൺ മെനി അവാർഡ്സ് ലൈക്ക് പത്മശ്രീ, പത്മഭൂഷൺ ആൻഡ് പത്മവിഭൂഷൺ. അദ്ദേഹത്തിന് പലതരത്തിലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പത്മഭൂഷണും പത്മവിഭൂഷണും പത്മശ്രീയും ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഹിസ് വർക്ക് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഈസ് എ ഫിക്ഷൻ പബ്ലിഷ്ഡ് ഇൻ 1953. അദ്ദേഹത്തിൻ്റെ ഒരു വർക്കായിരുന്നു എന്താ? ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. അത് പബ്ലിഷ് ചെയ്തത് 1953 1953 ഇത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇത്രയുമായിട്ട് തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് നിങ്ങൾക്ക് ഇത്രയൊക്കെ മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സുമായിട്ട് നമ്മൾക്ക് എത്താം. അതുവരേക്കും നിങ്ങൾ വീണ്ടും ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം പഠിച്ചുകൊണ്ടേ ഇരിക്കണം. വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക് യു.